അതുകൊണ്ട് ഒരു കർമ്മവും ചെയ്യണം എന്ന് ഗുരു പറയുന്നില്ല. നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മുടെ കൂടി സന്തോഷത്തിന് വേണ്ടി ആയിക്കൊള്ളട്ടെ. പക്ഷെ ആ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും തന്നെ അപരന് ദോഷം വരുത്തുന്നതായിരിക്കരുത്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം, മറ്റൊരാൾക്ക് കൂടി നന്മ ചെയ്യുന്ന ഒരു കർമ്മമായിരിക്കണം. നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു കിണർ കുഴിക്കാം. ആ കിണർ കുഴിക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. ആ ആവശ്യം നിറവേറ്റുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ആ ഒരു സംതൃപ്തിക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലൊരു കിണർ കുഴിക്കുന്നത്. പക്ഷെ ആ കിണറിൽ നിന്ന് വരുന്ന വെള്ളം അത് മറ്റൊരാൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലായി കഴിഞ്ഞാൽ അതത്ര ആനന്ദകരമായിരിക്കും. അപരന് കൂടി സുഖത്തിനായി വരേണം. അത് നമ്മൾ ആഹാരം പാചകം ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും ഇപ്രകാരം മറ്റുള്ളവരെ കൂടി കാണണം എന്നാണ് ഗുരു പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ കാണണമെന്ന് പറയുന്നത്? മറ്റൊരാൾ വാസ്തവത്തിലുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നു. നമ്മിൽ നിന്ന് വേറിട്ട് മറ്റൊരാളുണ്ടോ? അതാണ് ആദ്യം പറഞ്ഞത്. അവൻ ഇവൻ എന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം. അവനെന്നും ഇവനെന്നും ഒക്കെ നമ്മൾ പലതായി, പല രൂപങ്ങളായി, പല ശരീരങ്ങളായി കാണുന്നതെല്ലാം വാസ്തവത്തിൽ അവരിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ആത്മസ്വരൂപമാണ്, ഒരേ ആത്മാവാണ്. പ്രപഞ്ചത്തിന് കാരണമായി നിൽക്കുന്ന സത്യം ഒന്നേ ഉള്ളൂ. ആ സത്യത്തെയാണ് നമ്മൾ ദൈവമെന്നോ ബ്രഹ്മമെന്നോ അറിവെന്നോ അല്ലാഹുവെന്നോ പരിശുദ്ധാത്മാവെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും ആ സത്യം ഒന്നേ ഉള്ളൂ. അതെവിടെയാണ് ഇരിക്കുന്നത്? അതിരിക്കുന്നത് മറ്റെങ്ങുമല്ല, എല്ലായിടത്തും അതുണ്ട്. അതുകൊണ്ടാണ് ദൈവദശകത്തിൽ ഗുരുദേവൻ പറഞ്ഞത്, അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം എന്ന് പറഞ്ഞത്. നിന്റെ സ്ഥാനം എവിടെയാണ് ഈശ്വരൻ ഇരിക്കുന്നത്? ഈശ്വരൻ ഇരിക്കുന്നത് അകത്തുമുണ്ട് പുറത്തുമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എല്ലായിടത്തുമുണ്ട് എന്നാണ്. ഈശ്വരൻ ഇല്ലാത്തൊരിടമില്ല. അങ്ങനെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ് ഈശ്വര സ്വരൂപമെങ്കിൽ ആ ഈശ്വര സ്വരൂപം എന്നിലും നിങ്ങളിലും എല്ലാവരിലും ഉണ്ട്. എല്ലാവരിലും ഒരേ ചൈതന്യം തന്നെ, ആത്മസ്വരൂപം തന്നെ നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ ഇവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരാത്മരൂപം. ഒരേ ആത്മാവ് തന്നെയാണ് പല ശരീരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ വർത്തിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് കൂടി സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നതായിരിക്കണം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന് തൃപാദങ്ങൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ അപ്രകാരം ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവരാശികളിലും സാഹോദര്യത്തെ ദർശിച്ച എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടത് എന്ന് ജീവകാരുണ്യ പഞ്ചകത്തിലും ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്രകാരം എല്ലാവരിലും ആത്മസാഹോദര്യത്തെ ദർശിച്ച ഒരു മഹാഗുരുവിൻ്റെ നിത്യമായ സാന്നിധ്യം കൊണ്ട് ഈ മണ്ണ് പവിത്രമായി തീർന്നിരിക്കുകയാണ്. ഗുരു ഈ മണ്ണിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ നമുക്ക് തൊട്ടടുത്തുള്ള വൈക്കത്ത് പലവട്ടം ഗുരു സന്ദർശനം നടത്തുകയും ഗുരുദേവൻ ഗുരുവിൻ്റെ പേർക്ക് തന്നെ സ്ഥലം വാങ്ങി അവിടെ ഒരു ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ഗുരുവിൻ്റെ വലിയൊരു സാന്നിധ്യം നമ്മുടെ ഈ പ്രദേശമാകെ തന്നെ പണ്ടേ നിറഞ്ഞു നിന്നിട്ടുണ്ട്. ഗുരുവിൻ്റെ ആ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ മഹാത്മാക്കളുടെ പാദങ്ങൾ പതിയുന്ന മണ്ണ് പോലും പവിത്രമായി തീരുന്നു എന്നാണ് മുനിസങ്കല്പം.